കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ പൊട്ടിത്തെറിയുടെ കാരണം എന്താണെന്ന അവ്യക്തത തുടരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിന്റെ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തുവന്നിട്ടില്ല. അത്യാഹിത വിഭാഗം പ്രവർത്തനം എപ്പോൾ പുനരാരംഭിക്കുമെന്നതിലും അവ്യക്തത തന്നെ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ UPS മുറിയിൽ പൊട്ടിത്തെറിയുണ്ടാകുന്നത് മെയ് 2-നാണ്. പൊട്ടിത്തെറിയെ തുടർന്ന് കെട്ടിടം ഒഴിപ്പിച്ചതിനിടെ 4 പേർ മരിച്ചു. പൊട്ടിത്തെറിയെക്കുറിച്ച് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഉള്ളടക്കം പുറത്തു വന്നിട്ടില്ല. ഉയർന്ന ലോഡ് കാരണമുള്ള ഡ്രിപ്പിംഗ് ഒഴിവാക്കാൻ ജീവനക്കാർ കട്ടിയുള്ള പീസ് വെയർ ഉപയോഗിച്ചെന്ന സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിലും റിപ്പോർട്ട് പുറത്തുവരാത്തതിനാൽ അവ്യക്തത തുടരുന്നു. ദിവസങ്ങൾക്കകം 4-ാം നിലയിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടിന്റെ കാരണവും അവ്യക്തം. അത്യാഹിത വിഭാഗം ഒഴിപ്പിച്ച നടപടിയിൽ പിഴ ഉണ്ടായിട്ടുണ്ടെന്ന് അന്വേഷിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ടും വെളിച്ചം കണ്ടിട്ടില്ല. അപ്പോൾ അത്രമാത്രം ഇലക്ട്രിക്കൽ സൈഡ് വീക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ പൂർണ്ണമായും അതിൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി, അതിൻ്റെ പോരായ്മകൾ കണ്ടെത്തി അത് പരിഹരിച്ച് PMSSY ബ്ലോക്ക് തുറക്കണം എന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. അത് ഗവൺമെൻറ് അത് ശ്രദ്ധിക്കുകയും വേണം. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെ കൃത്യമായ റിപ്പോർട്ടിംഗ് അതിനോടനുബന്ധമായിട്ടുണ്ടാകണം. 2 പൊട്ടിത്തെറികൾക്ക് ശേഷം അന്വേഷണം മറ്റും നടക്കുന്നതിനാൽ PMSY കെട്ടിടത്തിൽ അത്യാഹിത വിഭാഗം പുനരാരംഭിച്ചിട്ടില്ല. പഴയ കാഷ്വാലിറ്റി കെട്ടിടത്തിൽ പരിമിതികളോടെയാണ് ഇപ്പോൾ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്നത്. PMSSY ബ്ലോക്ക് വന്നതിന് ശേഷം വിവിധ സർജറി ഡിപ്പാർട്ട്മെൻറ്റുകൾ, സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെൻറ്റുകൾ കൊണ്ട് മാറ്റിയിട്ടുണ്ട്. ഇതെല്ലാം പ്രവർത്തിച്ച് വന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് പുകയും അതോടൊപ്പം തീയും കണ്ടതിന് ശേഷം ഇപ്പോൾ പഴയ നമ്മുടെ കാഷ്വാലിറ്റി പ്രവർത്തനം നടക്കുന്നത്. എത്രമാത്രം അപര്യാപ്തമാണെന്ന് അവിടെ പോകുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഡോക്ടർമാരും പ്രയാസപ്പെടുന്നുണ്ട്, രോഗികളും പ്രയാസപ്പെടുന്നുണ്ട്. നിന്ന് തിരിയാനിടമില്ലാത്ത വിധം ആ രൂപത്തിൽ ആളുകൾ പ്രയാസപ്പെടുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം. 2 വർഷം പോലും പൂർത്തിയാകാത്ത കെട്ടിടത്തിലെ പൊട്ടിത്തെറിയുടെ കാരണം കണ്ടെത്തി നടപടിയെടുക്കേണ്ടത് അത്യാവശ്യമാണ്. മലബാറിലെ 4 ജില്ലകൾ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗം പൂർണ്ണ അർത്ഥത്തിൽ പ്രവർത്തനം പുനരാരംഭിക്കേണ്ടത് അതിനേക്കാൾ അത്യാവശ്യമാണ്. മീഡിയ 1 കോഴിക്കോട്.